മഴക്കാലമൊക്കെ തുടങ്ങി. പക്ഷെ മഴക്കാലം എന്ന് പറയുമ്പോൾ നിങ്ങൾ നോക്കുമ്പോഴത്തേക്ക് നല്ല വെയിലായിരിക്കും. പക്ഷെ ജൂൺ മാസം തുടങ്ങിയിട്ട് നമുക്ക് മഴ കാര്യമായിട്ട് കിട്ടിയിട്ടില്ല. എങ്കിൽ നമ്മൾ പറഞ്ഞു വന്ന അതൊന്നുമല്ല. ഈ ചെടി നിങ്ങളൊന്ന് നോക്കിയത്. ഇപ്പം ഇത് നോക്കുമ്പോൾ നിങ്ങൾ ചോദിക്കും, ഈ ചെടിക്ക് എന്താണ് പ്രത്യേകത? നമ്മുടെ സാധാരണ നാട്ടിൽ അല്ലെങ്കിൽ വേലിപ്പടർപ്പിൽ അല്ലെങ്കിൽ കാടുകളിലൊക്കെ കാണുന്ന സാധാ ഒരു കാട്ടു ചെടി അല്ലെങ്കിൽ ചെടിയാണ് എന്ന് നിങ്ങൾ വിചാരിക്കും. പക്ഷേ ഒരിക്കലുമല്ല. ഇതിൻ്റെ പേര് കേട്ടാലോ അതിലും രസമാണ് കേട്ടോ. രസം എന്ന് മാത്രമല്ല, ആ ചെടിയെ അന്വർത്ഥമാക്കുന്ന പേരാണ് ആ ചെടിക്ക് കൊടുത്തേക്കുന്നത്. ഒരു കാൽ മുടന്തി എന്നാണ് ഈ ചെടിയുടെ പേര്. അപ്പം അതിനർത്ഥം എന്ന് പറഞ്ഞാൽ പഴമക്കാരാണ് ഒരു കാൽ മുടന്തി എന്ന് വിളിക്കാൻ കാരണം പണ്ടുള്ളവരൊക്കെ ഒരു കാല് മുടന്തി നടക്കുന്ന ആൾക്കാരെ വരെ ഓടിക്കാൻ കഴിവുള്ള ഒരു ചെടിയാണ് നമ്മുടെ ഈ ചെടി എന്നാണ് പറയുന്നത്. അപ്പം അതുകൊണ്ടാണ് ഇതിനെ ഒരു കാൽ മുടന്തി എന്ന് വിളിക്കാനുള്ള ഒരു കാരണം. അപ്പം നമ്മൾ തണുപ്പും മഴയും കാര്യങ്ങളും ഒക്കെ ആകുന്ന സമയത്ത് വാദത്തിൻ്റെ അസുഖമുള്ളവരും അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉള്ളവർക്കൊക്കെ വേദനകൾ ഇളകാൻ തുടങ്ങും. ഒരു കാല് ചെരിഞ്ഞല്ല, ഈ ഒരു കാലിന് വേദന ഉണ്ടെങ്കിൽ അങ്ങനെ ചട്ടി നടക്കാൻ തുടങ്ങും. അപ്പോൾ ഇതിനെയൊക്കെ പരിഹരിക്കാനായിട്ട് പറ്റുന്ന, അതേപോലെ തന്നെ ആയുർവേദത്തിൽ അത്ഭുതങ്ങൾ സൃഷ്ടിക്കാൻ കഴിവുള്ള ഒരു ചെടിയാണ് നമ്മുടെ ഈ നാഗമുല്ല എന്ന് ഇതിനൊരു പേരുണ്ട്. ഒരു കാൽ മുടന്തി എന്ന് വിളിക്കുന്ന ഈ ഒരു ചെടി. അപ്പോൾ അതിലും എടുത്തു പറയേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ ക്യാൻസർ കോശങ്ങളെ പ്രതിരോധിക്കാൻ കഴിവുള്ള റിനാകാന്തിൻ എന്ന ഒരു അത്ഭുത ഘടകം നമ്മുടെ ഈ ചെടിയുടെ ഇലകൾക്കുള്ളിലുണ്ട് എന്നുള്ളതാണ്. അതൊക്കെ ആധുനിക വൈദ്യശാസ്ത്രത്തിന് വരെ അത്ഭുതപ്പെടുത്തുന്ന ഒരു കാര്യമാണ് നമ്മുടെ ഈ ഒരു നാഗമുല്ല അല്ലെങ്കിൽ ഒരു കാൽ മുടന്തി എന്ന ചെടി. അപ്പം നമുക്ക് ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് ഇതിൻ്റെ കാര്യങ്ങൾ എന്തൊക്കെയാണെന്നൊന്ന് പരിശോധിക്കാം. ഇതിന് നാഗമുല്ല എന്നൊരു പേരും കൂടി ഉണ്ടെന്ന് ഞാൻ പറഞ്ഞല്ലേ. അതിന് പറയാനുള്ളൊരു കാരണം എന്ന് പറഞ്ഞാൽ, നാഗത്തിൻ്റെ പത്തി അല്ലെ മൂർഖൻ്റെ പത്തി പോലെയാണ് അതിൻ്റെ പൂക്കൾ ഇരിക്കുന്നത്. പക്ഷെ മുല്ലപ്പൂവിൻ്റെ നല്ല പൂവെള്ള കളറുമാണ് കേട്ടോ. നല്ല ഭംഗിയാണ് ആ പൂക്കൾ നിൽക്കുന്നത് കാണാനായിട്ട്. പക്ഷെ അതുകൊണ്ടാണ് നാഗമുല്ല എന്നതിന് പേര് വരാനുള്ള ഒരു കാരണം എന്ന് പറയുന്നത്. അതേപോലെ തന്നെ ഇതിന് പുഴുക്കല്ലി എന്ന മറ്റൊരു പേരും കൂടെ ഉണ്ട് കേട്ടോ. അപ്പം അത് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും എന്താണ് അതിനെ അങ്ങനെ വിളിക്കാനുള്ള കാരണം. ഇതിൻ്റെ ഇലകൾക്കുള്ള ആൻറ്റി ബാക്ടീരിയൽ ആൻറ്റി ഫംഗൽ ഗുണങ്ങളാണ്. ഇതിനെ സംബന്ധിച്ചിടത്തോളം ഇതിന് നമ്മുടെ കയ്യിലുണ്ടാവുന്ന ബാക്ടീരിയകൾ അല്ലെങ്കിൽ കൃമികൾ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ കടിച്ചിട്ടുണ്ടാവുന്ന ആ ഒരു ചൊറി, അതേപോലെ തന്നെ വട്ടച്ചൊറി എന്നൊക്കെ പറയില്ലേ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടായി കഴിഞ്ഞാൽ അത് മാറാനായിട്ട് ഇതിൻ്റെ ഇലകൾ നമ്മുടെ ചർമ്മത്തിലുണ്ടാവുന്ന സ്കിൻ സംബന്ധമായ ഈ കൃമികളോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും പ്രാണികളൊക്കെ കടിച്ചിട്ട്, അതേപോലെ തന്നെ വിഷമുള്ള ചെറിയ പ്രാണികളൊക്കെ കടിച്ചാലും ഇതിൻ്റെ ഇല അരച്ചിട്ട് കഴിഞ്ഞാൽ അത് ആ ഭാഗത്തുള്ള ആ ഒരു ഇത് സംബന്ധിച്ചുള്ള വിഷാംശങ്ങളും അതേപോലെ തന്നെ ആ ചൊറിച്ചിലൊക്കെ പോകാനായിട്ട് വളരെ നല്ലതാണെന്നാണ് പറയുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ഇതിനെ പുഴുക്കൊല്ലി എന്ന് വിളിക്കാനുള്ള ഒരു കാരണം. നമ്മുടെ നാഗമുല്ലയുടെ ജന്മദേശം എന്ന് പറയുന്നുണ്ടല്ലോ, നമ്മുടെ ഇന്ത്യ ഉൾപ്പെടെയുള്ള ഉഷ്ണമേഖല ഏഷ്യൻ രാജ്യങ്ങളാണ്. നമ്മുടെ ഇന്ത്യ, ശ്രീലങ്ക, തായ്ലൻഡ്, മലേഷ്യ, ചൈനയുടെ ചില ഭാഗങ്ങൾ, ഇവിടെയൊക്കെയാണ് ഇത് സ്വാഭാവികമായിട്ട് വളരുന്നത്. അപ്പോൾ നമ്മുടെ ഇന്ത്യയിലൊക്കെ തന്നെയാണെന്നുണ്ടെങ്കിലും വനപ്രദേശങ്ങളിലും നമ്മുടെ കാവുകളിലൊക്കെ വേലിക്കരകളിലും ഒക്കെ ഇത് ധാരാളമായിട്ട് കാണുന്നുണ്ട്. പക്ഷെ നമുക്കിതിൻ്റെ ആയുർവേദ ഗുണങ്ങളോ ഔഷധ ഗുണങ്ങളോ പണ്ടുള്ളവർക്കറിയാം. പക്ഷേ ഇപ്പോഴത്തെ ആളുകൾക്ക് അതിനെക്കുറിച്ച് വലിയ അറിവൊന്നുമില്ല. അപ്പോൾ അതുകൊണ്ടാണ് നമ്മളിത് ഡീറ്റെയിൽ ആയിട്ട് ഇങ്ങനെ ജസ്റ്റ് ഒന്ന് പരിചയപ്പെടുത്തുന്നത്. നമ്മുടെ ചില ആദിവാസി വൈദ്യത്തിലൊക്കെ ഇതിൻ്റെ ഇലയുടെ ചാറ് രക്തസമ്മർദ്ദം കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കാറുള്ളതായിട്ട് പറയപ്പെടുന്നുണ്ട്. പിന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മുടെ തായ്ലൻഡ്, ചൈനീസ് അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ ഇതിൻ്റെ പരമ്പരാഗത വൈദ്യശാസ്ത്ര ഗ്രന്ഥങ്ങൾ നൂറ്റാണ്ടുകളായി ഈ ചെടിയെ നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ ത്വക്ക് രോഗങ്ങൾക്കും അതേപോലെ തന്നെ ക്യാൻസർ പോലുള്ള മാരക രോഗങ്ങൾ തടയുന്നതിനുമുള്ള അമൃതമായിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്നാണ് പറയുന്നത്. അപ്പോൾ അതേപോലെ തന്നെ നമ്മുടെ തായ്ലൻഡിലെ ഔദ്യോഗിക ഹെർബൽ മരുന്നുകളുടെ പട്ടികയിൽ ഈ ചെടിക്ക് ഒരു പ്രധാന സ്ഥാനമുണ്ട്. പഴയ കാലത്ത് ഉണ്ടല്ലോ, നമ്മുടെ കേരളത്തിലെ പറമ്പുകളിലും കേരളത്തിലെ നമ്മുടെ നാട്ടുപറമ്പുകളിലും അതേപോലെ തന്നെ കാവുകളിലും സർപ്പങ്ങളെയൊക്കെ ആരാധിക്കുന്ന സ്ഥലങ്ങളിലൊക്കെ ഈ ചെടി ഒരു ഔഷധ സസ്യം അല്ലെങ്കിൽ നമ്മളൊരു ആരാധിക്കപ്പെടേണ്ട ഒരു ചെടിയായിട്ടൊക്കെ വളർത്തിയിരുന്നു. സർപ്പദംശമൊക്കെ ഏറ്റു കഴിഞ്ഞാൽ അതിനൊരു പ്രതിവിധിയായി കണ്ടിരുന്ന ഒരു ചരിത്രവും കൂടെ നമുക്കുണ്ട്. അത്രത്തോളം വിശേഷപ്പെട്ട ഒരു ചെടിയാണ്. കാരണം ഇതൊക്കെ നമ്മൾ ഒരു വിശ്വാസത്തിൻ്റെ പുറത്ത് പറയുന്ന കാര്യങ്ങളായിരിക്കും. നമ്മൾ സർപ്പകോപത്തിന് വേണ്ടിയിട്ട് ചെടി വേണം എന്നുള്ളത് വിശ്വസിക്കുന്നവർക്ക് വിശ്വസിക്കാം, അല്ലാത്തവർക്ക് അത് നമുക്ക് വിട്ടുകളയാം. പക്ഷേ ഇത് പണ്ട് കാലങ്ങളിൽ അത്രത്തോളം പ്രഷ്യസ് ആയിട്ട് കൊണ്ടു നടന്നിരുന്ന ഒരു ചെടിയാണ്. കാരണം അത് വൃത്തിയുള്ള ഭാഗങ്ങളിൽ വയ്ക്കുക, അത്രത്തോളം സുരക്ഷിതമായിട്ട് നോക്കുക, അങ്ങനെയുള്ള കാര്യങ്ങൾ. കാരണം നമുക്കിപ്പോൾ സർപ്പക്കാവുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ അറിയാം നമ്മൾ എത്രത്തോളം വിശിഷ്ടമായിട്ടാണ് കൊണ്ടു നടക്കുന്നതെന്ന്. അപ്പോൾ അതുപോലെ ഒരു ഔഷധ ചെടി എന്നതിലുപരി പണ്ട് കാലങ്ങളുടെ വിശ്വാസത്തിൻ്റെ ഒരു ഭാഗവും കൂടിയായിരുന്നു നമ്മുടെ ഈ നാഗമുല്ല എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രത്തോളം ഔഷധ ഗുണങ്ങളും അല്ലെ പ്രകൃതി നമുക്ക് നൽകിയൊരു വരദാനം എന്നൊക്കെ പറയാൻ പറ്റുന്ന ഒരു ചെടിയാണ്. കാരണം ഒരുപാട് ഔഷധ ഗുണങ്ങളും ഒരുപാട് ആരോഗ്യ ഗുണങ്ങളും പണ്ട് കാലം മുതൽ നമ്മൾ
പാമ്പിൻ വിഷത്തിന് വരെ ഉപയോഗിച്ചിട്ടുണ്ട്. കാരണം നാഗമുല്ല എന്ന് പറയാനുള്ളൊരു കാരണം പാമ്പിൻ വിഷത്തിന് വരെ ഇതിൻ്റെ ചെടികൾ ഉപയോഗിച്ചിരുന്നു എന്നാണ് പണ്ടുള്ളവർ പറയുന്നത്. ക്യാൻസറിനെ പ്രതിരോധിക്കാനും അതേപോലെ തന്നെ ക്യാൻസറിനെ പ്രതിരോധിക്കാനുള്ള ഘടകങ്ങൾ നമ്മുടെ ഈ ഒരു ചെടിയിൽ അടങ്ങിയിട്ടുണ്ട് എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് അത്ഭുതം സൃഷ്ടിക്കുന്ന ഒന്നാണ് അല്ലേ. അപ്പം നമുക്ക് വരുന്ന അസുഖങ്ങൾക്കുള്ള മരുന്ന് നമ്മുടെ പ്രകൃതിയിൽ തന്നെ ഉണ്ട് എന്നുള്ളതാണ്. അപ്പം ഇത് കണ്ടെത്തി നമ്മുടെ ശാസ്ത്രജ്ഞന്മാർ അത് കണ്ടെത്തി അതിനെ പരിഷ്കരിച്ച് നമുക്ക് മരുന്നായിട്ട് നമുക്ക് എത്തിച്ചു തരുന്നത്. അപ്പോൾ ഇത്രത്തോളം അത്ഭുതങ്ങളും കാര്യങ്ങളും ഒക്കെയുള്ള ഓരോരോ ചെടികളെ പരിചയപ്പെടുത്താൻ നമുക്ക് ഭയങ്കര സന്തോഷമുള്ള ഒരു കാര്യമാണ് കേട്ടോ. അപ്പം നമ്മുടെ മാംഗോ മെഡോസിൽ ഒരുപാട് വെറൈറ്റി ചെടികളുണ്ട്. അപ്പോൾ ഓരോന്നായിട്ടാണ് നമ്മൾ പരിചയപ്പെടുത്തുന്നത്. അപ്പം ഇതുപോലുള്ള അത്ഭുതങ്ങൾ, പ്രകൃതിയുടെ അത്ഭുതങ്ങൾ നമ്മൾ ഇനിയും ഓരോന്നായിട്ട് നിങ്ങളെ പരിചയപ്പെടുത്തുന്നതായിരിക്കും. അപ്പോൾ എന്തായാലും നമ്മൾ ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. അടുത്തൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം.